കാട്ടാന ആക്രമണം തുടർക്കഥയാകുന്നു. വയനാട്ടിൽ ഒരു ജീവൻ കൂടിയെടുത്തു. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് അട്ടമല സ്വദേശി 27 വയസ്സുകാരനായ ബാലകൃഷ്ണനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2 ദിവസത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് 4 പേർ. ഇന്നലെ രാത്രിയിലാണ് സംഭവം എന്ന് കരുതുന്നു. ചൂരൽമല അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായതെന്ന് അറിയുന്നു. രാവിലെ ബാലകൃഷ്ണനെ തേടിയിറങ്ങിയവരാണ് തേയിലത്തോട്ടത്തിന് നടുവിലെ റോഡിൽ ചവിട്ടിയരയ്ക്കപ്പെട്ട നിലയിൽ ജഡം കണ്ടത്. ഓരോ ദിവസം കഴിയും തോറും കാട്ടാനകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ആക്രമണം പെരുകുകയാണ്. ജനവാസ മേഖലയിലടക്കം വന്യമൃഗങ്ങൾ കടന്നെത്തി മനുഷ്യജീവനുകൾ എടുക്കുന്നു. 2016 മുതൽ ഇന്നുവരെ 192 പേരുടെ ജീവൻ നഷ്ടമായതായി വനമന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് നിയമസഭയിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം 19 പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ചെങ്കിൽ ഈ വർഷം 1.5 മാസത്തിനിടെ മരിച്ചത് 10 പേരാണ്. ഇതുവരെ വയനാട്ടിൽ 36 പേർ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചൂരൽമല ദുരന്തത്തിനു ശേഷം ഈ മേഖലയിൽ ജനവാസമില്ലാത്തതിനാൽ വന്യമൃഗങ്ങളുടെ ആവാസ മേഖലയായി മാറിയിട്ടുണ്ട്. പകൽ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ മാത്രമാണ് ഇതുവഴി പോകുന്നത്. വേലി പാലത്തിന് മറുവശത്ത് ആദിവാസി ഉന്നതിയിൽ 20ഓളം കുടുംബങ്ങൾ മാത്രമാണ് താമസം. അതിനിടെ അതിരപ്പള്ളിയിലും മലപ്പുറം പോത്തുകലിലും കാട്ടാന ഇറങ്ങി. അതിരപ്പള്ളി കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിലായിരുന്നു കാട്ടാന ആക്രമണം. പോത്തുകലിൽ അപ്പൻകാവ് ഉന്നതിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന നാട്ടുകാരെ ഭീഷണിയിലാക്കിയിട്ടുണ്ട്. ഇന്നലെ വയനാട് നൂൽപ്പുഴ ഉന്നതിയിലെ മധു, ഇടുക്കി പെരുവന്താനത്ത് നെല്ലുവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിൽ എന്നിവരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച മറ്റുള്ളവർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ. പാർത്ഥസാദി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ, ഐക്കർ ജംഗ്ഷൻ, ആറന്മുള.